തൃശ്ശൂരുകാരിയായ ശ്രീലക്ഷ്മി ഗ്രാജുവേഷൻ ചെയ്യാനായി അങ്ങ് ചെന്നൈയിലെത്തി. ക്യാമ്പസിന് മുമ്പിലുള്ള ടീ ഷോപ്പിൽ ഒത്തുകൂടുന്ന മലയാളി പിള്ളേർക്കിടയിൽ അവിചാരിതമായി പരിചയപ്പെട്ട ഒരാൾ മാത്രമായിരുന്നു അന്ന് ഹരി. ഒരിക്കൽ ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് പോകാനായി ശ്രീലക്ഷ്മി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ഹരിയും അതേ ട്രെയിനിൽ പോകുന്നുണ്ടെന്ന് കൂട്ടുകാരൻ പറഞ്ഞത് അവൾ ഓർത്തു. തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന ഹരി അവളുടെ അടുത്തെത്തി കുറച്ചു നേരം കുശലം പറഞ്ഞു. ഷൊർണൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ അവനൊരു ചായയുമായി എത്തി. ആ ചൂട് ചായ പോലെ ഉന്മേഷമുള്ളതായി തീർന്നു പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ സൗഹൃദവും. ഒരേ ക്യാമ്പസിലായിരുന്നെങ്കിലും കൂടിക്കാഴ്ചകളില്ലായിരുന്നെങ്കിലും മെസ്സേജുകളിലൂടെ അവരുടെ അടുപ്പം അകലാതെ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. ഹരിയുടെ പിറന്നാളിന് ചെന്നൈയിലെ ഒരു ഓർഫനേജിൽ കേക്ക് കട്ടിംഗ് പ്ലാൻ ചെയ്ത് അവനെ ഞെട്ടിക്കാൻ കൂട്ടുകാർ വട്ടം കൂടിയപ്പോൾ അവളും അവർക്കൊപ്പം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കോഴ്സ് കഴിഞ്ഞ് കോളേജ് വിട്ടിട്ടും അവർ ആ കൂട്ടുവിട്ടില്ല. പഠിച്ചു മതിയാവാതെ PGക്ക് പോയ അവളും പഠിത്തം കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ അവനും വിശേഷങ്ങളെല്ലാം പറഞ്ഞും കേട്ടിരുന്നും വർഷങ്ങളോളം ആ നല്ല സൗഹൃദം ഭദ്രമായി സൂക്ഷിച്ചു പോന്നു. ജീവിതം നല്ല നിലയിലായപ്പോൾ ജീവിതസഖിയായി ഒരുവളെ അവൻ ആഗ്രഹിച്ചിരുന്നിരിക്കണം. വേറെ ആരെയും നോക്കാതെ വളച്ചുകെട്ടുകളില്ലാതെ അവൻ അവളോട് നേരിട്ട് ചോദിച്ചു, വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, തന്നെ ഞാനങ്ങ് കെട്ടിയാലോ? കെട്ടണ കാര്യം പറഞ്ഞപ്പോൾ അവളൊന്ന് ഞെട്ടിയെങ്കിലും അവനൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ആയിരിക്കും എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം അവളും അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഈ ഡിസംബർ 8-ന് ആ ചൂട് ചായയിൽ തുടങ്ങിയ ചങ്ങാത്തം ചൂട് പിടിച്ച് കല്യാണത്തിലേക്ക് എത്തുകയാണ്. ഹരിക്കും ശ്രീലക്ഷ്മിക്കും വിവാഹ മംഗളാശംസകൾ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.